ഇത് ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് അന്വേഷണ ഏജൻസിയുടെ കയ്യിലുള്ളത് എന്ന് അറിയാതെ നമുക്കത് സംബന്ധിച്ച് ഒന്നും പറയാനാവില്ല. എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് നേരിടുന്നതിന് നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വാഭാവികമായും ആ കുടുംബം സ്വീകരിക്കുകയും ചെയ്യും. അക്കാര്യത്തിൽ നമുക്കിപ്പം ഉറപ്പിച്ചൊന്നും പറയാനാവില്ല എന്താണ് എന്നുള്ളത്. അപ്പോൾ അന്വേഷണ ഏജൻസി ഇവിടെ എത്തിയത് അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായാണ്. അപ്പോൾ അവരുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന് അറിയാത്തൊരു കൂട്ടർ അതിനെപ്പറ്റി മറ്റെന്തെങ്കിലും അഭിപ്രായം പറയുന്നത് ശരിയാവില്ല. അതാണ് എനിക്കതിനെ. എന്റെ നേതാവാണ് സഖാവ് പിണറായി. ആ സഖാവിന്റെ എതിരായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഞാനിത് കാണുന്നത്. ആ സഖാവിനെതിരായിട്ടുള്ള നീക്കം എന്ന് പറയുമ്പോൾ പാർട്ടിക്കെതിരായിട്ടുള്ള നീക്കമാണ്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അച്ഛനെയും മകളെയും സംരക്ഷിക്കാൻ ഇനിയും എത്ര കുടുംബത്തിലെ സമാധാനമാണ് നശിക്കാൻ പോകുന്നത്? പിണറായിക്ക് കാവൽ നിൽക്കാൻ വേണ്ടി, പിണറായിയെ സംരക്ഷിക്കാൻ വേണ്ടി ആ പാവപ്പെട്ട കുടുംബത്തിലെ സഖാക്കന്മാർ എത്ര പേർ ചാവേറുകളായിട്ട് ഇനിയും രംഗത്തേക്ക് വരും? വളരെ സുപ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ തരത്തിൽ ഉയരുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പിണറായിക്ക് വേണ്ടി ചോരയൊഴുക്കി അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും ആക്രമിക്കുന്ന ഗുണ്ടാ പ്രവർത്തകരെ പോലുള്ള നേതാക്കന്മാരെ. അത്രമാത്രം അക്രമാസക്തമായിരുന്നു. പ്രത്യേകിച്ച് യുവാക്കൾ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 300ഓളം പേരാണ് ഇപ്പോൾ ഇത്തരത്തിൽ അന്വേഷണ വിധേയമായിട്ട് പോലീസിന്റെയും ഉയർന്ന ഉദ്യോഗസ്ഥരുടെയും റഡാറിൽ കുടുങ്ങിയിരിക്കുന്നത്. 7ഓളം പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ളവർ ഇടിയെ ആക്രമിച്ച ശേഷം കളി മാറി എന്ന് മനസ്സിലായതോടെ പല പാർട്ടി ഓഫീസുകളിലും ഒളിത്താവളമായിട്ട് നിൽക്കുകയാണ്. പാർട്ടി ഓഫീസിലേക്ക് ആരും ഇടിച്ചു കയറില്ല. പോലീസ് ഉദ്യോഗസ്ഥർ പോലും അതിന്റെ പടിവാതിലിൽ വരെ മാത്രമേ വരൂ എന്നുള്ളൊരു ധൈര്യമാണ് അവർക്ക്. പക്ഷേ തൊട്ടത് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെയാണ്, കേന്ദ്രസേനയെയാണ്. ഈ കാണുന്ന രീതിയിലായിരിക്കില്ല മുന്നോട്ടുള്ള നടപടികൾ എന്നത് വ്യക്തം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ചാവേറുകളുടെ എണ്ണങ്ങൾ വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പാർട്ടിയിലെ ഒട്ടുമിക്ക ആളുകളെയും വിട്ടുകൊടുക്കുന്ന ഒരു പിണറായിയുടെ മുഖം വ്യക്തമായി കഴിഞ്ഞു. ഇതിനു മുമ്പ് ഇത്തരത്തിൽ അയാൾ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും സോഷ്യൽ മീഡിയ ഓർത്തെടുക്കുന്നുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളുടെ പേരും കഴിഞ്ഞ ദിവസം ഒരാളുടെ മുഖവും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നു. കോടിയേരിയുടെ പേര്. ബിനീഷ് കോടിയേരി കഴിഞ്ഞ ദിവസം ഇഡി എത്തി പിണറായിയെ പൂട്ടി എന്നുള്ള വാർത്ത വന്ന മിനിറ്റുകൾക്കുള്ളിൽ പറന്നെത്തി. പിണറായി സഖാവിന്റെ കുടുംബത്തിനെതിരെ ആര് നിന്നാലും ഞാനുണ്ടാകും രംഗത്ത് എന്നായിരുന്നു ബിനീഷ് കോടിയേരിയുടെ ഒരു വാക്ക്. ആ ഒരൊറ്റ വാക്കിലൂടെ ഇതൊരു മധുര പ്രതികാരമാണോ എന്നുള്ള പരിഹാസമടക്കം നിറയുന്നുണ്ട്. എന്തായാലും ഇതോടുകൂടെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ഒരു ചോദ്യം, കോടിയേരി രാജിവെച്ചത് ഓർമ്മയുണ്ടോ എന്ന്. 2020 ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ ഇഡി മണിക്കൂറുകൾ നീണ്ട റെയ്ഡ് നടത്തിയപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്ന കോടിയേരി വളരെ നിരാശനായിട്ട് നിന്നു. കാരണം പാർട്ടി അടക്കം കൈവിട്ടു. അന്ന് പിണറായി പറഞ്ഞ വാക്കുകൾ കോടിയേരിയെ തകർക്കുന്നതായിരുന്നു. ഇതൊരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. എന്താണ് അവരുടെ കയ്യിലുള്ളതെന്ന് അറിയാതെ അത് സംബന്ധിച്ച് ഒന്നും പറയാനാകില്ല. എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിയമമുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ കുടുംബം സ്വീകരിക്കും. ഇതായിരുന്നു പിണറായിയുടെ നിലപാട്. എന്നാൽ ഇതേ പിണറായിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഇഡി എത്തിയപ്പോൾ വീടിന് മുൻപിൽ പ്രതിഷേധവുമായിട്ട് ഓടിയെത്തിയവരുടെ കൂട്ടത്തിൽ ബിനീഷ് കോടിയേരി നെഞ്ചും വിരിച്ച് നോക്കി നിന്നു. നെഞ്ചും വിരിച്ച് അവിടെ ഉണ്ടായിരുന്നു പിണറായിക്ക് വേണ്ടി എന്നുള്ളതാണ്. ബിനീഷ് കോടിയേരി പറയുന്നത് പിണറായി സഖാവിന്റെ കുടുംബത്തിന് വേണ്ടി താൻ ഉണ്ടാകുമെന്നുള്ള കാര്യം. ഇഡിയെ ആക്രമിക്കാൻ വേണ്ടി പാർട്ടി പ്രവർത്തകർ ഓടിയെത്തി ആക്രമണം നടത്തുമ്പോൾ പിണറായിക്കെതിരെ ഒരു വാക്ക് വരാതിരിക്കാൻ, ഒരു നടപടി ഉണ്ടാകാതിരിക്കാൻ ആ സഖാക്കന്മാരെയൊക്കെ പിടിച്ചു നിർത്തുന്നവരുടെ കൂട്ടത്തിലും കോടിയേരി ഉണ്ടായിരുന്നു, ബിനീഷ് കോടിയേരി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ഈ പറയുന്നത് പോലെ അന്ന് പിണറായി എടുത്ത നിലപാട് എന്തുകൊണ്ട് ബിനീഷ് കോടിയേരി എടുത്തില്ല എന്നുള്ള ചോദ്യം, അതോടൊപ്പം ഇതൊരു മധുര പ്രതികാരമാണ്. സഖാവിനൊപ്പം ഇങ്ങനെയും നിൽക്കാം എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് പിണറായിയെ തന്നെ തല താഴ്ത്തുന്ന തരത്തിലേക്ക് എത്തിക്കുകയാണ് ബിനീഷ് കോടിയേരി ഈ ഒരൊറ്റ പ്രവർത്തനത്തിലൂടെ ഉദ്ദേശിച്ചത് എന്നുള്ള പരിഹാസമടക്കം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയാകുന്നു. CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ഉൾപ്പെട്ട ED കേസിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എടുത്ത നിലപാട് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ ബിനീഷ് കോടിയേരിയുടെ അഭിപ്രായം ഇങ്ങനെ, അതായത് സഖാവിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നും കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ കൂടെ കേൾക്കാം. കേസ് നടത്തുന്നതിനോ റെയ്ഡ് നടത്തുന്നതിനോ ഇവിടെ ആരും തടയുന്നില്ലല്ലോ. ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് റെയ്ഡ് തടയാനോ അല്ലെങ്കിൽ റെയ്ഡ് നടത്താൻ പാടില്ല എന്ന് പറയാനോ അല്ലല്ലോ ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിയുടെ പോൾ ബ്യൂറോ അംഗമായിട്ടുള്ള സഖാവിന്റെ വീട്ടിൽ, സഖാവ് ഇതിൻ്റെ അകത്ത് പ്രതിയല്ലല്ലോ, ഇതിൻ്റെ അകത്ത് പ്രതിയായിട്ടുള്ള ആള് കുടുംബാംഗങ്ങളാണ്. ആ കുടുംബാംഗം പ്രതിയായിട്ടുള്ള ഒരു കേസിന്റെ അകത്ത് ഇപ്പോൾ പിണറായി സാഹിബിനെ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് തടഞ്ഞു വെച്ചുകൊണ്ടുള്ള റെയ്ഡാണ് നടക്കുന്നത്. അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ആളുകൾ ആരും തന്നെ ഒരു ആഹ്വാനം കൂടാതെ എല്ലാ പ്രവർത്തകരും ഇവിടെ വന്നിരുന്നത്. ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ? അത് സ്വാഭാവികമല്ലേ. ഇപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു നിർത്തിയതല്ലേ. ഇപ്പൊ ഇതിന്റെ അകത്ത് പിണറായി സഖാവ് പ്രതിയല്ലല്ലോ. ഇതിന്റെ അകത്ത് പിണറായി സഖാവ് പ്രതിയല്ല. പ്രതിയായിട്ടുണ്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബാംഗമാണ്. ആ കുടുംബാംഗത്തിന് പ്രതിയായിട്ടുള്ള ഒരു കേസിൽ പിണറായി സഖാവിനെ തടഞ്ഞു വെച്ചുകൊണ്ട് ഒരു റെയ്ഡ് നടത്തുന്നു. അതിലാണ് ഞങ്ങൾക്ക് ആക്ഷേപമുള്ളത്. സ്വാഭാവികമായിട്ടും ഈഡിയുടെ നടപടികൾ എല്ലാം ഇങ്ങനെ തന്നെയല്ലേ, ആർക്കെതിരെയായാലും തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു പരിശോധന. അതെ, അതിൽ ഈ പറയുന്ന നിങ്ങൾക്ക് ആക്ഷേപമുള്ള വ്യക്തിയെ നിങ്ങൾക്ക് ഈ പറയുന്ന ഭാഗമായിട്ട് റെയ്ഡ് നടത്താൻ കാര്യം നടത്താം. പക്ഷെ കുടുംബാംഗങ്ങളെ ഇപ്പൊ അച്ഛനെയും അമ്മയും തടഞ്ഞു വെച്ചിട്ട് റെയ്ഡ് നടത്തുന്ന കുട്ടി അവിടെ ഈ പറയുന്ന 15 വയസ്സ് താഴെയുള്ള കുട്ടി അതിൻ്റെ അകത്ത്. ആ കുട്ടിക്ക് ഈ പറയുന്ന പോലെ മനുഷ്യാവകാശമൊന്നും ഇല്ലേ? ആ കുട്ടിക്ക് ബാലാവകാശം ഇല്ലേ? ആ കുട്ടിയെ തടഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ റെയ്ഡ് നടത്തുന്നത്. അത് ശരിയായ രീതിയാണോ? ഇതൊക്കെ അനുഭവസ്ഥരായിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നതാണ്. എന്റെ നേതാവാണ് സഖാവ് പിണറായി. ആ സഖാവിന്റെ എതിരായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഞാനിത് കാണുന്നത്. ആ സഖാവിനെതിരായിട്ടുള്ള നീക്കം എന്ന് പറയുമ്പോൾ പാർട്ടിക്കെതിരായിട്ടുള്ള നീക്കമാണ്. അപ്പൊ ആ നീക്കം എന്ന് പറയുന്നത് പാർട്ടി എന്നുള്ളതിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മാത്രമാണ് എനിക്കതിനെ സംസാരിക്കാനും അതിനെ പ്രതിരോധിക്കാനും ഉത്തരവാദിത്വമുള്ളൂ. അപ്പോൾ എനിക്കെന്ത് നൽകിയില്ല എന്ന് നോക്കിയിട്ടല്ല ഞാനൊരു നിലപാട് എൻ്റെ ജീവിതത്തിൽ എടുത്തിട്ടുള്ളത്, ഇനി എടുക്കാനും പോകുന്നു. അപ്പൊ ഞാൻ അതിന്റെ ശക്തമായിട്ട് ആ പ്രതിരോധം തീർക്കാൻ വേണ്ടി എന്താണോ പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം അതിന്റെ മുന്നിൽ നിൽക്കും. അല്ല, അത് ഞാൻ അല്ലല്ലോ അതിന് മറുപടി പറയേണ്ടത്. ഇപ്പൊ ഞാൻ അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഒരു വ്യക്തി ഞാനല്ലല്ലോ, അത് പാർട്ടിയാണല്ലോ പറയേണ്ടത്. ആ പാർട്ടി ആ സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും അത് പാർട്ടി അത് വ്യക്തമാക്കും. ഞാൻ അതിന്റെ ആ ഭാഗത്ത് തന്നെയാണ് ഞാൻ എത്തുന്നത്. ഇത് എടുത്തിരിക്കുന്നത് ഒരു വ്യക്തിയുടെ പേരിലാണ്. അതേസമയം ഇത്തരത്തിൽ ഒരു വശത്ത് പിണറായി സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ആരെയും കൈവിടുമെന്നുള്ള കാര്യം വ്യക്തമാകുമ്പോൾ മറുവശത്ത് അതിനുള്ള മധുര പ്രതികാരമായിട്ട് ബിനീഷ് കോടിയേരി രംഗത്തുണ്ടാകുമ്പോൾ ഇതിനെയൊക്കെ കണ്ട് പരിഹസിച്ചും വിലയിരുത്തിയും ജനങ്ങൾ രംഗത്തുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും മകൾ വീണയുടെയും വീടുകളിൽ റെയ്ഡ് നടന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിച്ച ജോയ് മാത്യു രംഗത്തെത്തുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ബിനീഷ് കോടിയേരിയുടെ നിലപാടും പിണറായിയുടെ നിലപാടും തന്നെയാണ്. അന്തരിച്ച CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ഉൾപ്പെട്ട കേസിൽ ED റെയ്ഡ് നടത്തിയപ്പോൾ ഉണ്ടാവാത്ത പ്രതിരോധമാണ് പിണറായി വിജയന്റെ മകൾ ഉൾപ്പെട്ട കേസിൽ ഉണ്ടായിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജോയ് മാത്യുവിന്റെ പരിഹാസം. പാർട്ടി സെക്രട്ടറിയുടെ മകനൊരു നീതി, പ്രതിപക്ഷ നേതാവിന്റെ മകൾക്ക് മറ്റൊരു നീതി എന്നതായിരുന്നു ജോയ് മാത്യുവിന്റെ പ്രതികരണം. ജോയ് മാത്യുവിന്റെ ഫേസ്ബുക്കിലൂടെ പ്രതികരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെയാണ്. അതായത്, ഇന്നലെ ബിനീഷ് കോടിയേരിയെയാണ് എനിക്കിഷ്ടമായത്. തന്നെ അറസ്റ്റ് ചെയ്ത ED തന്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ വിദഗ്ധമായി കൈയൊഴിഞ്ഞ വിജയന്റെ മകളുടെ കേസിൽ റെയ്ഡ് ചെയ്യാൻ വന്നവരെ ആക്രമിച്ചവരെ തടയാൻ കാണിച്ച ആ മനസ്സുണ്ടല്ലോ, അതാരും കാണാതെ പോകരുത്. ശരിയായ കോടിയേരി രക്തം. പാർട്ടി സെക്രട്ടറിയുടെ മകനൊരു നീതി, പ്രതിപക്ഷ നേതാവിന്റെ മകൾക്ക് മറ്റൊരു നീതി. നേതാവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്ന അടിമകൾ ഇതും മറക്കരുത്. വീണയുടെ കേസുമായി ബന്ധപ്പെട്ട ED റെയ്ഡിൽ PB അംഗം പിണറായി വിജയന് CPM പരിധിവിട്ട പ്രതിരോധം തീർത്തപ്പോൾ മറ്റൊരു PB അംഗമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകനുൾപ്പെടെയുന്ന ED കേസിലെ പാർട്ടി നിലപാട് വീണ്ടും ഇതോടുകൂടെ ചർച്ചയായി. 2020 ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ ED മണിക്കൂറുകൾ നീണ്ടുനിന്ന റെയ്ഡ്
റെയ്ഡ് നടത്തിയപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്നു കോടിയേരി. ബിനീഷിനെതിരെ വ്യക്തിപരമായി ഉയർന്ന ആരോപണമാണ് എങ്കിലും പാർട്ടി എന്ന നിലയിൽ ആ പ്രശ്നത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നായിരുന്നു കോടിയേരിയുടെ നിലപാട്.